2020 സ്ഥാനാർത്ഥിയാകാൻ സമീപിച്ചുവെന്ന സാബു ജേക്കബിന്റെ ആരോപണത്തിന് മറുപടിയുമായി PV ശ്രീനിജൻ MLA. സാബു എം ജേക്കബിന്റേത് അണികളെ പിടിച്ചു നിർത്താനുള്ള വില കുറഞ്ഞ ആരോപണമാണ്. ആരോപണത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ് എന്നും PV ശ്രീനിജൻ 24നോട് പറഞ്ഞു. CPM പോലൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് 2020 പോയി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സാബുവിന്റെ പുതിയ കണ്ടുപിടുത്തം വില കുറഞ്ഞൊരു ആരോപണമായിട്ട് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് ഈ അണികളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ കിഴക്കമ്പലം പഞ്ചായത്തിലോ 10 വർഷമായിട്ടും മറ്റു പഞ്ചായത്തുകൾ 5 വർഷമായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് സ്വഭാവമില്ലാതെ പറഞ്ഞതായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. സുഖമില്ലാത്ത കുട്ടിയല്ലേ, ക്ഷമിച്ചു കളയാം. മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ചർച്ച ചെയ്യാറുണ്ട്. കിഴക്കമ്പലത്തോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലോ കഴിഞ്ഞ അദ്ദേഹം നടപ്പിലാക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം പോലും നടപ്പിലാക്കാത്തതിന്റെ ജാള്യത മറക്കാൻ വേണ്ടിയാണ് വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനെ അറിയിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സാബു ജേക്കബിന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉണ്ടായത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്. ഇത് രാഷ്ട്രീയ ആരോപണം എന്ന തരത്തിലേക്ക് തള്ളിക്കളയുകയാണല്ലേ? അതെ അനുജ, ഈ 2020 അതിന്റെ കൺവെൻഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായി നടത്തിയ കൺവെൻഷനിൽ തന്നെ ഗുരുതര ആരോപണങ്ങൾ CPMന്റെ നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടാണ് അതിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ സാബു ജേക്കബ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ആരോപണം അത് ശ്രീനിജൻ 2020യുടെ ഒരു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ശ്രീനിജന്റെ രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ട് തന്നെ താൻ അതിനേക്ക് കൂടുതലായിട്ട് അതിനോടൊപ്പം നിന്നില്ല. ഒപ്പം തന്നെ P രാജീവും CN മോഹനും ഉൾപ്പെടെയുള്ളവർ റെസീറ്റ് ഇല്ലാതെ പണം വാങ്ങി എന്നുള്ളതും പറയുന്നുണ്ട്. വലിയ ഗുരുതരമായിട്ടുള്ള പരിഹാസം കൂടി ഈ ഘട്ടത്തിൽ ശ്രീനിജിനെതിരെ സാബു ജേക്കബ് ഇന്നലെ ഉയർത്തിയിരുന്നു. തീരുവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്റെ സ്ഥാപനത്തിലേക്ക് ശ്രീനിജൻ വരികയും അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്തു എന്നുൾപ്പെടെയുള്ളത് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ തന്നെ തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ശ്രീനിജൻ MLAയുടെ ഇന്ന് ഇപ്പോൾ 24നോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്, വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ അവജ്ഞതയോടുകൂടി ഇത് തള്ളിക്കളയുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ആരോപണം എന്നതിനപ്പുറമായി ഇതിന് വില കൊടുക്കുന്നില്ല. തലയ്ക്ക് സുഖമില്ലാത്തൊരു കുട്ടി പറയുന്ന ഒരു ലാഘവത്തോടു കൂടി അതിനെ കളയുന്നു എന്നുള്ള ഒരു മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീനിജൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പോര് അറിയാവുന്നതായിരുന്നു. രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്ന ആ ഒരു പോര് അത് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പാകുമ്പോൾ കടക്കുന്നു എന്നുള്ളത് തന്നെ വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അനുജ, അതാണ് സാബു എം ജേക്കബിന്റെ ആരോപണം. അത് വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണം എന്ന തരത്തിലേക്ക് തള്ളിക്കളയുന്നു എന്നതാണ് PV ശ്രീനിജൻ MLAയുടെ പ്രതികരണം. ഗുരുതര ആരോപണമാണ്. P രാജീവ്, CN മോഹനൻ എന്നിവർക്കുൾപ്പെടെയും എതിരെയും അദ്ദേഹം ഉന്നയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.